ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചക്കക്കാലൊക്കെ ആയിട്ടുണ്ട്, ഇടിച്ചക്കൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഇടിച്ചക്ക ഇറച്ചി ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണിത്. ഉമ്മ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ബീഫൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഇടിച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വളഞ്ഞൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തനെ വെച്ചതായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഉമ്മ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ബീഫിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഇത് നമുക്ക് ഇറച്ചി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബീഫിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല, ചതച്ചാൽ മതി. ഇനി ആ ബീഫിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചതപ്പൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉമ്മയാണ് കേട്ടോ അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ്. ഉമ്മക്ക് നല്ല കൈപ്പുണ്യാണ്, നല്ല ടേസ്റ്റാണ്. ഉമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ ഇടിച്ചക്കയുടെ കൂടെ വെക്കാനാവുമ്പോൾ നന്നായിട്ട് മസാല വേണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടേസ്റ്റൊന്നും കിട്ടൂല. ഇനിയിപ്പോൾ ഇത് മസാല കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇറച്ചി അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളഞ്ഞിക്കത് അതുപോലെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഉമ്മ കളയുന്നത്. ഈ ഒരു ചക്കയുടെ സീസണൊക്കെ ആയാൽ പിന്നെ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാവും മെയിനായിട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക. ഇടിച്ചക്ക കൊണ്ടും ചക്ക കൊണ്ടും അതുപോലെ തന്നെ ചക്കക്കുരു കൊണ്ടൊക്കെ ഉള്ള വിഭവങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. എന്താണെങ്കിലും നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക ഇടിച്ചക്കൊക്കെ. അതുപോലെ തന്നെ ഈ ഇടിച്ചക്ക കൊണ്ട് നല്ല അടിപൊളി അച്ചാറൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക കൊണ്ടുള്ള അച്ചാറൊക്കെ. അപ്പോൾ ഈ ഒരു കൂട്ടാനൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെ ആവും. എന്നാലും നമ്മളതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇതുപോലെയാണ് പച്ചക്കറിയും പിന്നെ ചീര പോലും അരിയലും നുറുക്കലൊക്കെ ഇതുപോലെയാണ്, അല്ലാതെ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കൂല. അപ്പോൾ ഇടിച്ചക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലിട്ടിട്ടാണ് പിന്നെ ഇടിച്ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടിച്ചക്കും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ മസാല അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ബീഫൊക്കെ അതാ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇടിച്ചക്ക ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന്
ഒരു 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക ഇറച്ചിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് തൂമിച്ചെടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തൂമിച്ചെടുക്കാൻ പോവാണ്. തൂമിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ടാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ഇടിച്ചക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടാൻ മാത്രം മതി നമുക്ക് വേറെ നിറച്ച് ചോറ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.